നമ്മുടെ കഴക്കൂട്ടത്തുള്ള സ്റ്റുഡിയോയിൽ കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ചെന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക സ്റ്റുഡിയോ എന്ന് പറയുന്നത് കഴക്കൂട്ടത്തുള്ളത് തന്നെയാണ്. ഒരുപാട് ഐറ്റംസ് ഇയറിങ്സും പിന്നെന്താ പറയുക ഈ റിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ സ്റ്റുഡിയോയിൽ കാണുന്നത്. ഞാൻ ഇതിനു മുന്നേ ലുലുവിൽ പോയിട്ടുണ്ട്, പക്ഷേ ലുലുവിൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അവിടെ ഇപ്പോഴായിട്ട് കുറേ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിന് മുന്നേ ഒന്നും ഒരു കളക്ഷനും ഇല്ല. ഞാൻ പോയിട്ട് വെറുതെ തിരിച്ച് വരാറാണ് പതിവ്. അങ്ങനെ ഇവിടെ 1-2 ടോപ്പൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഞാൻ വെസ്റ്റേൺ കുറേ നോക്കി, പക്ഷേ എനിക്ക് അത്രയും അങ്ങോട്ട് എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയതൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറേ തപ്പി കേട്ടോ. പിന്നെ കുറേ നല്ല നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് എല്ലാ സ്റ്റുഡിയോയിലും കാണുന്ന കളക്ഷൻസാണ് ഈ കാണുന്നതെല്ലാം. ഒട്ടുമിക്കതും എല്ലായിടത്തും കാണുമായിരിക്കും, പക്ഷേ നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ നമുക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെ കുറേ തപ്പി. അതായത് എനിക്ക് ഓഫീസിലിടാനായിട്ട് 1-2-3 ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു 1-2 ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ കഴക്കൂട്ടത്തുള്ള സ്റ്റുഡിയോ അത്ര അടുത്ത് ആയിരുന്നിട്ടും ഇതുവരെ വരാത്തതെന്താണെന്ന് വെച്ചാൽ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് വിചാരിച്ചിട്ട് ഇപ്പോൾ വന്നു. അങ്ങനെ ഇത് കുറേ നൈറ്റ് ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. അത് നല്ല കളക്ഷനായിരുന്നു. എല്ലാത്തിലും അത്യാവശ്യം കളക്ഷൻ ഉള്ള പോലെ തോന്നി കേട്ടോ. 2 നിലയുണ്ട്. അപ്പോൾ താഴെ വെസ്റ്റേണും മുകളിൽ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷർട്ടൊക്കെ കോമൺ ആയിട്ടുള്ള ഷർട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ വരുന്ന ഒരു ഫ്രോക്ക് കൈൻഡ് ഓഫ് ഡ്രസ്സില്ലേ, അത് ആ ഒരു ഹിപ്പ് പോർഷനിൽ ടൈറ്റ് ആയിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് കുറച്ച് ലൈൻ മോഡൽ കിടക്കുന്ന അങ്ങനെ ഒരു ടൈപ്പാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കിയില്ല, ജസ്റ്റ് നോക്കി വിട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ലുലുവിൽ ചെന്നാൽ ഭയങ്കര തിരക്കായിരിക്കും, നമുക്കൊന്ന് നോക്കിയെടുക്കാനുള്ള ഒരു ഇത് കിട്ടത്തില്ല. പക്ഷേ ഇവിടെ അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ട്രയൽ ചെയ്യാനായാലും ഭയങ്കര ഈസി ആയിരുന്നു. നമ്മൾ ഡ്രസ്സ് എടുക്കുന്നു, കയറുന്നു, ട്രൈ ചെയ്യുന്നു, ഇറങ്ങുന്നു, വീണ്ടും അങ്ങനെ തന്നെ. അങ്ങനെ ഭയങ്കര ആളില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഫ്രീഡം പോലെ ഫീൽ ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെടുത്തതല്ല, പക്ഷേ എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം പോകുന്ന സ്ഥിതിക്ക് ഒന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ. പക്ഷേ എടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫുള്ളായിട്ട് എടുക്കാം. പിന്നെ അവിടെ നോക്കിയപ്പോൾ കുറേ 299-ഉം 399-ഉം ഒക്കെ നല്ല കുർത്തീസ് കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറേ എല്ലാം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിന്ന് 2 കുർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അതെടുക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു കുട്ടികളുടെ സെക്ഷൻ ഒന്ന് പോയി നോക്കാമെന്നുള്ളത്. അപ്പോൾ ലുലുവിൽ ഞാൻ പോയിട്ട് മോൾക്കൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒന്നും എടുക്കാതെയാണ് തിരിച്ച് വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ മോളുടെ സെക്ഷനിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷനുണ്ട്. കുട്ടികളുടെ സെക്ഷൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ടോപ്പും പിന്നെ 2 പീസ് സെറ്റുകളില്ലേ, ടോപ്പും സ്കേർട്ടും ആയിട്ടുള്ള സെറ്റുകളായാലും എല്ലാം നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേയൊക്കെ ഞാൻ തപ്പി എനിക്ക് ടീഷർട്ടാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ കുറേ നേരം നോക്കിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് സൈസ് നോക്കുന്ന കാര്യം പറഞ്ഞാൽ 3 to 4 ഇയേഴ്സ് ആണ് ആക്ച്വൽ സൈസ്. പക്ഷേ അതെടുക്കുമ്പോൾ മനസ്സിലാവും, നമുക്ക് ആളുടെ ഒരു ശരീരം വെച്ചിട്ട് മനസ്സിലാവുമല്ലോ ഇത്ര മതിയാകും എന്നുള്ളത്. അപ്പം ഞാൻ അവൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് 1-1.5 വയസ്സ് ആ ഒരു സൈസ്, 80 months പറ്റിയൊരു സൈസാണ് എടുത്തത്. ഇത് അവൾക്ക് കറക്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ വലുതെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വലുതായി പോകും ആൾക്ക്. അപ്പോൾ ആളത്ര സൈസൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ആ ഒരു സൈസ് മതി. അപ്പോൾ അങ്ങനെ കുറേ പിന്നെയും ഇത് സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. അങ്ങനെ ഇതിന്നൊരു പിങ്ക് ടീഷർട്ട്, കുറേ പിങ്ക് ടീഷർട്ടുകൾ ഉണ്ടായിരുന്നു. അതിലൊരു പിങ്ക് ടീഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പറ്റിയിട്ടുള്ള ഒരു ലെഗിൻസും ഞാൻ അവിടെ നിന്ന് എടുത്തു. അതാണ് മോൾക്ക് വേണ്ടി വാങ്ങിയത്. പിന്നെ ഇങ്ങനത്തെ കുറേ ഫ്രോക്കായിട്ട് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം, പക്ഷേ ഭയങ്കര ഒരു തിളക്കം, ആ ഒരു ഗോൾഡൻ കളറ്. അപ്പോൾ പിന്നെ വേറെ കുറേ ഈ ഒരു എന്താ പറയുക ജീൻസിൻ്റെ കുറേ ടോപ്പുകളാണ്. എനിക്ക് അതൊന്നും അത്ര അങ്ങോട്ട് എൻ്റെ ടേസ്റ്റിൽ വരുന്ന സാധനങ്ങളൊന്നും അല്ല. ജസ്റ്റ് നോക്കി, അങ്ങനെ ഉള്ളൂ. നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ മാറി വന്നിട്ടുണ്ടായിരിക്കണം കളക്ഷനൊക്കെ. അങ്ങനെ അതിനുശേഷം ഞാൻ ഈ ഒരു 299-ൻ്റെ ടോപ്പാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ന് ഞാൻ 2 ടോപ്പാണ് എടുത്ത് ട്രൈ ചെയ്തത്. അതിന്ന് ഒരു ബ്ലാക്കും ഒരു പിങ്ക് വൈറ്റ് വരുന്ന ഒരു കോമ്പിനേഷനും.
അങ്ങനെ ഒരു ലൈറ്റ് കളർ എടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഓഫീസിലൊക്കെ ഇടാനാവുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, ഒരു ഫോർമൽ ലുക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബ്ലാക്കും കൂടി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. 99 ടോപ്പായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഈ ഇത്രയും നല്ല ടോപ്പുകൾ സ്റ്റുഡിയോയിൽ കിട്ടും എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന് മുന്നേയൊക്കെ ഞാൻ വിചാരിക്കും ഇവിടെയൊക്കെ ഇത് എന്ത് കിട്ടാനാണെന്നുള്ളത്. അതിൽ എനിക്ക് ഒരു പിങ്ക് ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ടോപ്പ് ഞാൻ എടുത്തു കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ ട്രഡീഷണൽ ലൈൻ ഡ്രസ്സുകൾ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പാൻറ് എന്ന് പറയുമ്പോൾ ഈ ഒരു പലാസോ ടൈപ്പില്ലേ, നല്ല ഒരു താഴെ ഒരു ലേസൊക്കെ വരുന്ന ഒരു പലാസോ പാൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 499 എന്തോ ആയിരുന്നു. ഇത് 299 ടോപ്പാണ് തോന്നുന്നു. ഇത് രണ്ടും ഞാൻ എടുത്തിട്ടില്ല. ഇത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എടുത്തത് ഈ ഒരു ബ്ലാക്കാണ് കേട്ടോ എടുത്തത്. ഈ ഒരു ബ്ലാക്ക് എനിക്ക് ഓഫീസിലിടാൻ നന്നായിരിക്കും തോന്നി. ബ്ലാക്ക് ഒരു ലെഗിൻസും കൂടെ പെയർ ചെയ്താൽ നന്നായിരിക്കും തോന്നി. അങ്ങനെയാണ് ഈ ഒരു ബ്ലാക്ക് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെരുപ്പിൻ്റെ ഒരു സെക്ഷൻ, സത്യം പറയാലോ എനിക്ക് ഇവിടുത്തെ ചെരുപ്പുകൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല കളക്ഷനുണ്ട്, നല്ല നല്ല വെറൈറ്റി കളക്ഷന്, നല്ല എന്താ പറയുക 299 399 ഒക്കെ നല്ല നല്ല ചപ്പൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ചപ്പൽസിൻ്റെ ഏരിയ ആണ്. പക്ഷേ ഞാൻ ഒരു ചപ്പൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എങ്ങും അല്ല, ഇവിടെ മുകളിൽ ആ ഒരു കുർത്തയൊക്കെ കിടന്ന ആ ഒരു സ്ഥലത്തായിട്ട് താഴെ കുറച്ച് ചപ്പൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തു. ഇവിടെയും നല്ല കുറേ നേരം നോക്കി ഞാൻ ഫ്ലാറ്റ്സും കാര്യങ്ങളൊക്കെ. ഫ്ലാറ്റ്സ് ഓൾറെഡി ഞാൻ ഇതിന് മുന്നേയും സ്റ്റുഡിയോ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ അത്രയൊന്നും ഇങ്ങോട്ട് ലാസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഫ്ലാറ്റ്സ് എനിക്ക് അങ്ങോട്ട് വാങ്ങിക്കാൻ ഒരു മടിയായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് ഫ്ലാറ്റ്സ് ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള ഹീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടുമോ ഇല്ലെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് വെറുതെ എന്തിനാണ് എടുത്ത് പൈസ കളയണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ. ഞാൻ ലുലുവിൽ പോയപ്പോഴും ഈ ലിപ്സ്റ്റിക്കുകളെല്ലാം നോക്കി വെച്ചതാണ്. ഇത് 2-in-1 ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, ക്രയോൺസ് ഉണ്ടായിരുന്നു, നോർമൽ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്നും ട്രൈ ചെയ്ത് നോക്കാനുള്ള സമയമോ സന്ദർഭവും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ടിൻറ്റഡ് സൺസ്ക്രീന്, ലിപ്പ് ഓയില്, പിന്നെ ഗ്ലോ ഓയില്, പിന്നെന്താണ് ലിപ് ക്രീംസ്, അങ്ങനെ കുറേ ഐറ്റംസ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. കാരണം ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വെറുതെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് അത് യൂസ് ഇല്ലാതെ പോകണ്ട. കാരണം എൻ്റെ ഉള്ളത് തീരട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു ഞാൻ സെറ്റാക്കി വെച്ചത്. പിന്നെ ഈ ലിപ് ക്രയോൺസൊക്കെ വെറും 99 ആണ് കേട്ടോ. അതൊക്കെ നല്ല അഫോർഡബിളായിട്ട് ഫീൽ ചെയ്തു. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ലിപ് ക്രയോൺസൊക്കെ സ്റ്റുഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ലിപ് ക്രയോൺ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലൊരു ഷെയ്ഡ് നോക്കിയിട്ട് 99 ലിപ് ക്രയോണാണ് ഞാൻ എടുത്തത്. എനിക്ക് ആ ഷെയ്ഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിൽ വന്ന് യൂസ് ചെയ്തപ്പം അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെ 199 ആണ് കേട്ടോ. അല്ലാത്ത നോർമൽ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കൊക്കെ 149 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ സ്റ്റുഡിയോയിലും ഈ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരിക്കണം. ഞാൻ ആദ്യമൊന്നും പോകുമ്പോൾ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഏകദേശം എല്ലാ സ്റ്റുഡിയോയിലും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു പിങ്ക് ടോപ്പാണ് കേട്ടോ. ഈ ഒരു ചപ്പലാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. 499 ആണ് എൻ്റെ പ്രൈസ് വരുന്നത്. യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, വേർത്തി ആയിരിക്കും തോന്നുന്നു. അപ്പോൾ അത്രയാണ് വീഡിയോ. ഇന്ന് ഞാൻ വെറുതെ ഒന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ജസ്റ്റ് പോസ്റ്റ് ചെയ്യാം, ആർക്കെങ്കിലുമൊക്കെ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.